അടിസ്ഥാനപരമായ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 4-5 സെമിനാർ കഴിഞ്ഞ 18-ാം തീയതി കണ്ണൂർ ജില്ലയിൽ വെച്ച് സാർവദേശീയ ന്യൂനപക്ഷ ഡേ കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് ആരംഭിച്ചത്. വളരെ നല്ല രീതിയിൽ ഏതാണ്ട് 350-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിജയകരമായ രീതിയിലെ സെമിനാർ നടന്നു. അപ്പോൾ ഇതിന് ശേഷം താഴോട്ട് നമ്മൾ മൈന്യൂട്ടായിട്ട് താഴെ തലം വരെ പഞ്ചായത്ത് തലം വരെ ഇത്തരത്തിലുള്ള സെമിനാറുകൾ നടത്തണമെന്നാണ്. അതിനൊക്കെ കുറച്ച് സമയം പിടിക്കുമെങ്കിൽ പോലും ഇപ്പോൾ തുടക്കം എന്ന നിലയിൽ നമ്മുടെ 14 ജില്ലകളിലും സെമിനാറുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ അജ്ഞതയാണ് ഏറ്റവും വലിയ പറയേണ്ടത്, നമ്മുടെ അവകാശ നിഷേധത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അജ്ഞത തന്നെയാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും കിട്ടാൻ അവർ അർഹരാണ്. അപ്പോൾ അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ ആലോചന നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭരണഘടനാദത്തമായി ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും അതിലേതെങ്കിലും വിധത്തിലുള്ള കുറവോ തടസ്സമോ കൈകടത്തലുകളോ നിഷേധമോ ഒക്കെ അങ്ങനെ നമുക്ക് വിവരിക്കാൻ പറ്റുന്ന ഏത് വിധത്തിലുള്ള കൈകടത്തലുകൾക്കും കുറവുകൾക്കും പോരായ്മകൾക്കും പരിഹാരം കാണാൻ ഉദ്ദേശിച്ചതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ സംസ്ഥാന കമ്മീഷനുകളും എല്ലാം ഉള്ളത്. 1992-ലാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത കാലഘട്ടത്തിലാണ് കമ്മീഷനുകൾ നിലവിൽ വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 2014-ലാണ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ 10 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7 നിന്ന് 5 മാസം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ചുമതലയേറ്റ് കമ്മീഷന്റെ അതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായി ഒരു പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം, മുൻകഴിഞ്ഞ കമ്മീഷനുകളെ കുറ്റപ്പെടുത്തുന്നത് ആ നിലയ്ക്ക് കാണരുത്. അവരുടെ കഴിവുകളും പരിചയവും എല്ലാം അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും എന്താണോ ഈ ന്യൂനപക്ഷ കമ്മീഷൻ കൊണ്ട് വിഭാവന ചെയ്തിട്ടുള്ളത് ആ ഒരു അർത്ഥതലത്തിലേക്ക് കമ്മീഷന് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി. കാര്യം വിവിധ വകുപ്പുകൾ, അതിലൊന്നാണ് ടീച്ചർ ഇന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂനപക്ഷ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ അധികാരമുള്ള, സിവിൽ കോടതിയുടെ അധികാരമുള്ള ഒരു പരാതി പരിഹരിക്കുന്ന ഒരു സംവിധാനമാണ്, ഇടപെടൽ നടത്തുന്ന സംവിധാനമാണ്. ആനുകൂല്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും നമ്മളെ സേവന പ്രവർത്തനങ്ങളും നടത്തുന്നത് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റാണ്. ആ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സേവനമാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിൽരഹിതരായ യുവാക്കളെ പൊതുപരീക്ഷകൾക്ക് അല്ലെങ്കിൽ ജോലി ലഭിക്കുന്ന PSC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് സജ്ജമാക്കുന്ന പ്രക്രിയയിലാണ് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ വ്യാപൃതരായിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് നേരിട്ടും സബ് സെന്ററുകൾ വഴിയും ഒക്കെ ഉള്ള സേവനങ്ങൾ നടക്കും. അതുപോലെ തന്നെ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി വിവിധ ജില്ലകളിൽ പല സബ് സെന്ററുകളും അതിനുമുണ്ട്.